ഇന്ന് ചിന്തിക്കാൻ കർത്താവ് തന്ന വചനമാണ് നിയമാവർത്തനം 4-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നിയമാവർത്തനം 4:7, ഡ്യൂട്രോണമി ചാപ്റ്റർ 4:7, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അപ്പം നമ്മുടെ കുടുംബത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനമായൊരു കാര്യം ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുക. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 22-ാമത്തെ തിരുലിഖിതം. 2 ദിനവൃത്താന്തം 20:22. വലിയ അത്ഭുതം കർത്താവ് വിളിച്ചൊരുക്കുകയാണ്. അതിനു മുമ്പ് 2 ദിനവൃത്താന്തം 20:20 ഉണ്ട്. 2 ദിനവൃത്താന്തം 20:20. അതിന് ശേഷമാണ് 2 ദിനവൃത്താന്തം 20:22. 2 ദിനവൃത്താന്തം 20:20. അതിൻ്റെ അവസാനത്തെ വാക്ക് നോക്കിക്കേ. ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ആ വചനഭാഗം മാത്രം എല്ലാവരും ചേർന്ന് ഒരുമിച്ചൊന്ന് വായിച്ചേ. ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം വരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജയം കൈവരിക്കാൻ കർത്താവിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നവരെ കേൾക്കുക, വിശ്വസിക്കുക. അവിടെ കർത്താവ് ഇടപെടും. ഇത് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ കാര്യം കർത്താവ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിക്കണം. ദൈവം കേൾക്കുന്ന ഓരോ കാര്യങ്ങളിലും ഹൃദയപൂർവ്വം വിശ്വസിക്കണം, ഹൃദയപൂർവ്വം വിശ്വസിക്കണം. വിശ്വസിച്ചാൽ അവിടെ കർത്താവ് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യും. യാക്കോബ് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം, സെൻറ്റ് ജെയിംസ് ചാപ്റ്റർ 5:15, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. അവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ. വിശ്വാസത്തോടെ ചിന്തിക്കുക, വിശ്വാസത്തോടെ കാണുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുക, വിശ്വാസത്തോടെ സംസാരിക്കുക. വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യം എവിടെയുണ്ടോ അവിടെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെയുള്ള സംസാരം, വിശ്വാസത്തോടെയുള്ള ഇടപെടലുകൾ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, ഇതിൽ വളരെ വലിയ കാര്യമുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുക, ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു ചടങ്ങ് ക്രിസ്ത്യാനി ആകരുത്. ഇത് കർത്താവിന് ആഗ്രഹമുണ്ട്. ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ ദൈവത്തെ തൊട്ടറിഞ്ഞവരായിരിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ മൂടുപടമെല്ലാം കളഞ്ഞ് ഈ നിഴലത്ത് നടക്കണ അല്ലെങ്കിൽ നാവത്ത് നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിഴൽ നീങ്ങുന്നത് പോലെ നീങ്ങുന്ന വെറും ഒരു അനുഭവമില്ലാത്ത ഒരു സ്റ്റിഫായ ഒരു ചടങ്ങ് ക്രിസ്ത്യാനി നിലയിൽ നിന്ന് മാറി ജീവനുള്ള ദൈവത്തെ തൊട്ടറിഞ്ഞ വിശ്വാസികളെ, അനുഭവമുള്ള പ്രാർത്ഥനയും അനുഭവമുള്ള വിശ്വാസത്തെ അനുഭവമുള്ള ഒരു വിശ്വാസിയായി മാറാൻ നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തെ നിങ്ങൾ തട്ടി ഉണർത്തണം. വിശ്വസിക്കണം. ആ കുടുംബം കണ്ടില്ലേ? ആ കുടുംബം പറഞ്ഞു, മോനെ ഇത് ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇടപെടുമെന്ന് പറഞ്ഞു. അവർ വന്നു, വിശ്വസിച്ച്. അവരെങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്ന് ഈ ഒരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് എല്ലാം എടുക്കാൻ, വിശ്വാസത്തോടെ രാജ്യങ്ങൾ പിടിച്ചടക്കാൻ, വിശ്വാസത്തോടെ മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ, വിശ്വാസത്തോടെ അത്ഭുതങ്ങൾ ചെയ്യാൻ, വിശ്വാസത്തിൻ്റെ കൃപയിൽ വൻകാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരായി മാറാൻ ദൈവ കൃപ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തരാൻ പോവുകയാണ്. ഇപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം.
ഇപ്പം തന്നെ നിങ്ങളുടെ ഹൃദയം തുറക്കണം. ദൈവമേ, എനിക്ക് വിശ്വാസത്തിൻ്റെ കൃപ വർദ്ധിക്കണം, എനിക്ക് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് കർത്താവ് ഇടപെടുന്ന അനുഭവങ്ങൾ കാണണം. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക മാത്രമല്ല പ്രാർത്ഥിക്കുക മാത്രമല്ല നോക്കണം. നോക്കി വിശ്വസിച്ച് അത് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം. നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ ആദ്യ വെള്ളിയാഴ്ചകളിൽ വന്നാൽ ഇവർ വന്ന് സാക്ഷ്യപ്പെടുത്തിയതുപോലെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന അടുത്ത ഒരു പ്രത്യേകതയാണ്, ആ വ്യക്തി തൻ്റെ ഒരു ആവശ്യത്തിൽ, തൻ്റെ ഒരു പ്രതികൂലത്തിൽ, തൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ തളർന്നു പോവില്ല. അവൻ തൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ തളർന്നു പോവില്ല. അവൻ എന്തു ചെയ്യും? അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തും. അവൻ പിതാവിനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കും. അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അവൻ ദൈവത്തെ തേടും. അവൻ ദൈവത്തിന് മുമ്പിൽ കരയും. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ജീവിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് അവൻ്റെ മുമ്പിൽ, അവൻ്റെ അടുത്ത് അവന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവൻ കാണുക തന്നെ ചെയ്യും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു വലിയ ദൈവിക രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവവചന ഭാഗമാണ് സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം. 34-ാം അധ്യായത്തിൽ 2 തൊട്ട് 6 വരെയുള്ള വചനഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 34-ാം അധ്യായം 2 തൊട്ട് 6 വരെയുള്ള വചനഭാഗങ്ങൾ. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. അപ്പോൾ വിശ്വാസമുള്ളവൻ എപ്പോഴും എനിക്കെപ്പോഴും കർത്താവിനെ കുറിച്ച് അഭിമാനമാണ്. എനിക്ക് കർത്താവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം അഭിമാനമാണ്. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് മക്കളെ, എന്നോടൊത്ത് കർത്താവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുവിൻ. ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ നമ്മളെല്ലാവരും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. മക്കളെ, എന്നോടൊത്ത് കർത്താവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ അഭിമാനിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്നേഹിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കാം. ഇതാണ് കർത്താവ് ഹോളി സ്പിരിറ്റ് ഈവനിംഗ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ. ഇത് ഒരു കർത്താവിൻ്റെ വലിയൊരു ഇൻവിറ്റേഷനാണ്. കർത്താവിൻ്റെ കൂടെ, കർത്താവിനോടൊപ്പം, കർത്താവിൽ ആനന്ദിച്ച് നടക്കാൻ ഒരു വിളി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഞാൻ കർത്താവിനെ തേടി, എൻ്റെ ആവശ്യത്തിൽ ഞാൻ കർത്താവിനെ തേടി, എൻ്റെ ബുദ്ധിമുട്ടിൽ ഞാൻ കർത്താവിനെ തേടി. എന്താ കർത്താവിനെ തേടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിനെ തേടുക എന്ന് പറഞ്ഞാൽ, കർത്താവ് ഒരു ആവശ്യം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു കണ്ണുനീര് വന്നാൽ കർത്താവിനെയാണ് ആദ്യം അന്വേഷിക്കുന്നത്. കർത്താവ് എവിടെയാ? കർത്താവ് എന്താ പറയണത്? കർത്താവ് ഇതിനെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? കർത്താവ് ഇതെങ്ങനെ പരിഹരിച്ച് തരുന്നത് എന്നാണ് ആ വ്യക്തി നോക്കുന്നത്. കർത്താവിൽ അഭിമാനിക്കുന്നവൻ ആദ്യം കർത്താവിനെ നോക്കും, കർത്താവിനെ തേടും. അപ്പം ഞാൻ കർത്താവിനെ തേടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏത് ആവശ്യത്തിലും, ഏത് ഞെരുക്കത്തിലും, ഏറ്റവും ആദ്യം കർത്താവിനെ തേടുക. ഞാൻ കർത്താവിനെ തേടി. അടുത്തതോ ബാക്കി വായിച്ചു നോക്കിയേ. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പം കർത്താവ് നമ്മുടെ ഹൃദയം കാണുന്നുണ്ട്. കർത്താവിൽ വിശ്വാസത്തോടെയുള്ളൊരു ഹൃദയത്തെ കർത്താവ് അറിയുന്നുണ്ട്. ആ രേഷ്മ അവർ വിശ്വാസത്തോടെയുള്ളൊരു ഹൃദയത്തോടെയാണ് കർത്താവിനെ തേടിയത്. ആദ്യമോനെ വാ എന്ന് പറഞ്ഞ് രേഷ്മ കുട്ടീനെ വിളിക്കുന്നു. ആ ഹൃദയത്തിൻ്റെ ജ്വലനവും ആ ഹൃദയത്തിൻ്റെ തുടിപ്പും ആ വിശ്വാസം കർത്താവ് കണ്ടു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. തുടർന്ന് വായിച്ചു നോക്കിയേ. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സർവ ഭയങ്ങളിൽ നിന്ന്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂ, അങ്ങനെയില്ല. പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അവരതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അഡ്മിഷൻ കിട്ടാത്തവരുണ്ടാവും, അവർക്ക് അതായിരിക്കും വിഷയം. ഇല കിട്ടിയവർക്ക് ചോറ് കിട്ടാത്തതിൻ്റെ വിഷമമായിരിക്കും. ചോറ് കിട്ടിയവർക്ക് അടപ്രഥമം കിട്ടാത്തതിൻ്റെ വിഷമമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഇതൊന്നുമില്ലാതെ പുറത്ത് നിൽക്കുന്നവർക്ക് പന്തലിൽ പ്രവേശിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമായിരിക്കും. പന്തലിൽ പ്രവേശിച്ചവർക്ക് ഇല കിട്ടാത്തതിൻ്റെ വിഷമമായിരിക്കും. ഇങ്ങനെ പല വിഷമങ്ങളാണ് ഓരോരുത്തരുടെ ഉള്ളിൽ ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് കസേര ഇരിക്കുമ്പം നിങ്ങൾക്ക് അതിൻ്റെ സുഖം മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു.
നിങ്ങളൊന്ന് കസാര ഇരിക്കുമ്പം നിങ്ങൾക്ക് അതിൻ്റെ സുഖം മനസ്സിലാവില്ല. ഞാൻ കസാര ഇരിക്കുമ്പോൾ ഞാൻ സുഖം മാത്രം, ഞാൻ കർത്താവിൽ അഭിമാനിച്ചുകൊണ്ടാണ് കസാര ഇരിക്കുന്നത്. ഞാൻ കർത്താവിനെ കസാരയോട് കൂടെ ഇരുന്ന് സ്തുതിക്കുക എന്ന് പറഞ്ഞ് ഓരോ തവണ കസാര ഇരിക്കുമ്പോഴും ഞാൻ ചോദിച്ചു എന്താണെന്ന് തുറന്ന് പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കാലം ഉണ്ടായിരുന്നു, എൻ്റെ ശരീരത്തിൽ പ്രത്യേക തരത്തിൽ രോഗം ബാധിച്ചു, ഇരിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് കസേരയുണ്ട്, നല്ല കസേര, വീട്ടിലൊക്കെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീടാണ്, നല്ല കസേരയുണ്ട്, നല്ല കട്ടിലുണ്ട്, പക്ഷേ ഇരിക്കാൻ പറ്റില്ല, കഴുത്ത് തിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒന്ന് കഴുത്ത് ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ അദ്ദേഹം പറയാം, നിങ്ങൾ കഴുത്ത് തിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നില്ല, ഞാൻ കഴുത്ത് തിരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും. അദ്ദേഹം പറയാം, എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കസേര എവിടെയെങ്കിലും കിടക്കണമെന്ന് അനിയൻ പറയും, റൈറ്റ് ഈ ബസ്സിന് വിസിലടിച്ച് റൈറ്റ് എന്ന് പറയില്ല ബസ് സ്റ്റാൻഡിൽ, ബസ്സിൻ്റെ എന്താ ആ ഒരു ആൾ, അതേമാതിരി അനിയൻ ഒരാൾ എപ്പോഴും വേണം. അനിയൻ പറയും ഓക്കെ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ പോകും. എന്നിട്ട് പറയും ഓക്കെ ആണെന്ന് ചോദിക്കും, ഓക്കെ. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കണമെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ നോക്കിയാലാണ് ഒന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. എഴുന്നേക്കണമെങ്കിൽ അതുപോലെ തന്നെ ആരെങ്കിലും വരണം. എന്നിട്ട് റൈറ്റ് ഓക്കെ പിടിക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഈ ആനേനെ ഈ മിരുക്കണത് മാതിരി അരമുക്കാൽ മണിക്കൂർ ട്രൈ ചെയ്താൽ ഇരുന്ന കസേരയിൽ എഴുന്നേക്കാൻ പറ്റുള്ളൂ. ഇതായിരുന്നു സ്ഥിതി. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്ന് ഞാൻ ഓരോ തവണ കസേരയിരിക്കും. ഇന്ന് ഫുൾ ഹീലിംഗ് ആയിട്ടുണ്ട്. കർത്താവ് ഒരു മിറക്കിൾ പ്രവർത്തിച്ചു. വലിയൊരു മിറക്കിൾ പ്രവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്ന് ഓരോ തവണ ഇരിക്കുമ്പോഴും എൻ്റെ ഹൃദയം കർത്താവിനുള്ള സ്നേഹം കൊണ്ട് നിറയുക. ഓരോ തവണ എഴുന്നേൽക്കുമ്പോഴും എൻ്റെ ഹൃദയം കർത്താവിനുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ കർത്താവിൽ അഭിമാനം കൊള്ളുകയാണ്. ഞാൻ എൻ്റെ കഴുത്തിങ്ങനെ തിരിക്കുമ്പം, ആരെങ്കിലും വിളിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കാരണം എനിക്കത് സാധിക്കില്ലായിരുന്നു. ഇതിങ്ങനെ തിരിയണമെങ്കിൽ 10-15 മിനിറ്റ് സമയം പിടിക്കും. ഇങ്ങനെ ഇങ്ങോട്ട് തിരിയണമെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പതുക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ അതൊരുപാട് വേദനയുടെ കയ്പ് നിറഞ്ഞ നാളുകളെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം പറയുകയാണ്, അത് എൻ്റെ കർത്താവ് എൻ്റെ കർത്താവ് എന്നോട് ചെയ്ത നന്മ വിവരിച്ച, അതാണ് 134 സങ്കീർത്തനത്തിൽ പറഞ്ഞത്. 2-3 വാക്യങ്ങൾ കണ്ടിരുന്നോ? 34 സങ്കീർത്തനം 2-3 വാക്യങ്ങൾ, എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കാം. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചു. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും ആ ബുദ്ധിമുട്ടിൽ ഇടപെടാൻ കർത്താവിന് പറ്റും. സർവ്വ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഇനി അടുത്ത വാക്യം വായിച്ചു നോക്കിയേ. ഇത് 34-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യമാണ്? 34:4 അല്ലേ? ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അത് നാട്ടെല്ലാം ചെയ്തേ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. കർത്താവ് ജീവനുള്ള കർത്താവാണ്, ജീവിക്കുന്ന കർത്താവാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ മക്കളോട് പറയണത്, മക്കൾ നിങ്ങളോട് പറയണത്, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന മൂവ്മെൻറ്റുകൾ, നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ഇതെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു, അറിയുന്നു. ആ ഇരിക്കാൻ പറ്റാത്ത വ്യക്തി കരഞ്ഞ് വേദനിച്ച് നിലവിളിച്ചിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒന്നിരിക്കാനൊരു സൗഖ്യം തന്നാൽ മതി എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് ഈ എളിയവൻ വായിച്ചു നോക്കിയത്, ഈ എളിയവൻ നിലവിളിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരണം. ഇപ്പം ഒന്നും എല്ലാവർക്കും നിലവിളിക്കാൻ പറ്റില്ല. ഈ നിലവിളിച്ചാലാണ് അനുഭവം ഉണ്ടാവുള്ളൂ. ഇപ്പം ഇപ്പോൾ ആവശ്യമില്ലാത്തവരുണ്ട്, അവർക്ക് നിലവിളിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു വാട്ട് ഈസ് നിലവിളി എന്ന് ചോദിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് നിലവിളിക്കാൻ, അതായത് ഒരു മനസ്സ്, ഒരു ജീവിതം നന്നായിട്ടൊന്ന് അനുഭവം വരണമെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേരണം. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇതുപോലുള്ള കഷ്ടതകളിൽ നമുക്ക് അനുഭവം കിട്ടണം, കഷ്ടതകളിൽ നമുക്ക് പരിശീലനം കിട്ടണം. അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വെറും പ്രബോധനം കൊണ്ട് മാത്രം ചിലർ ദൈവാനുഭവത്തിലേക്ക് വരണം നിർബന്ധമില്ല. ദൈവാനുഭവത്തിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. കഷ്ടതയുടെ
മോശയിലിട്ട് മെഴുനീരിലിട്ട് ഉരുക്കി വാർക്കുമ്പം ഒരു 10 തലമുറ കഴിഞ്ഞാലും മറക്കാൻ പറ്റാത്ത ദൈവാനുഭവത്തിന് ഉടമകളായി നമ്മൾ മാറും. അതുകൊണ്ട് കഷ്ടതയൊന്നും വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നല്ല ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് തുടർന്ന് വായിച്ചു നോക്കിയേ. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. എല്ലാ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് കർത്താവ്. എല്ലാ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കും. മനപ്രയാസം ഉണ്ടെങ്കിൽ മനപ്രയാസത്തിൽ രക്ഷിക്കും. ഇപ്പം നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിട്ടോടത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ഒന്ന് നിലവിളിച്ച് നോക്കിക്കേ. ആ മക്കളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് അവരെ രക്ഷിച്ചൊരു അനുഭവം കൊണ്ട് നിങ്ങളെ ദൈവം സംതൃപ്തരാക്കും. ഞാൻ ഓർക്കുന്നത് ഈ വെള്ളിയാഴ്ച തന്നെ, ഈ ആദ്യ വെള്ളിയാഴ്ച തന്നെ മറ്റൊരു കുടുംബം വന്നൊരു അനുഭവം പറഞ്ഞു. ആ കുടുംബത്തിൻ്റെ അനുഭവം ഇതാണ്. ആ കുടുംബത്തിൻ്റെ അവർ മക്കളെ കെട്ടിച്ചു വിട്ടു എവിടെ സ്ഥലത്ത്. പക്ഷേ അവർ വീണ്ടും വേണ്ട വഴക്ക്, സമാധാനക്കേട്, ബുദ്ധിമുട്ട്, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പാരൻസിന് ഭയങ്കര സങ്കടം. ഹോളി സ്പിരിറ്റ് ഈവനിങ് എല്ലാ കഷ്ടതയിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കളെ ദൈവം രക്ഷിക്കുന്ന സമയമാണെന്ന് പല പ്രഘോഷണങ്ങൾ കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തു. അപ്പോൾ അവർ ഒരു ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൻ്റെ സമയത്ത് എനിക്ക് 100ാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു, കരഞ്ഞ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന് ശ്രദ്ധിച്ചു നോക്കാം. എൻ്റെ പേര് ഓസ്റ്റിൻ ഫെർണാണ്ടസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. സെൻറ്റ് അൽഫോൺസ ചർച്ചിയുടെ ഭാഗമാണ്. കഴിഞ്ഞ ജാനുവരി 23-ാം തീയതിയാണ് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞത്. മകളും മരുമോനും UK-ലാണ്. 4 മാസം മുമ്പ് ഒരാഴ്ചയായിട്ട് ഒരു ഫോൺ ചെയ്യുമ്പോൾ എപ്പോഴും മോള് പറയും രണ്ടുപേരും കൂടി വലിയ തല്ലുകൊടുത്താണ് എപ്പോഴും വഴക്ക്. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈവനിങ് 100ാമത്തെ എപ്പിസോഡിൻ്റെ സമയമായിരുന്നത്. അപ്പം 100ാമത്തെ എപ്പിസോഡ് ഭയങ്കരമാണത്. എന്താ സംഭവം? നിങ്ങളിന്ന് പോയിട്ട് ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്താ സംഭവം എന്ന് അന്വേഷിച്ച് കാണാം. അതിൽ 100ാമത്തെ ഒരു എപ്പിസോഡ്. ഇതിപ്പോൾ 3 പേരായി വന്ന് പറയണം. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, ഇന്നത്തെ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ നീയും പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ നിയോഗം എഴുതി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം വന്ന് പറയാമെന്ന് നേരം പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ നിയോഗം എഴുതി മോളുടെ ഫോട്ടോയും കൂടി വെച്ചിട്ട് 3 മാസത്തിനുള്ളിൽ ഇതുപോലെ തല്ലുപിടുത്തം ഇല്ലാതിരിക്കണമെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നവളാണ്. അങ്ങനെ ആരാധന സമയത്ത് മോൻ്റെയും ഫോട്ടോയും ഈ എഴുതി വെച്ച നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇതുവരെയായിട്ട് പിന്നെ തല്ലുപിടുത്തമുണ്ടായിട്ടില്ല. അന്ന് കലഹത്തിൻ്റെ അരുവി ഇറങ്ങിപ്പോയി. പിന്നെ ഇവർ തമ്മിൽ കണ്ട വഴക്ക് കൂടാൻ പറ്റണില്ല. ഇവർ UK-ലല്ലേ? അപ്പോൾ UK-ലാണ്. പക്ഷെ എന്ത് ചെയ്താൽ വഴക്ക് കൂടാൻ പറ്റണില്ല. ഇപ്പം 3 മാസമായിട്ട് കലഹവും ഇല്ല, വഴക്കും ഇല്ല, തമ്മിൽ തല്ലും ഇല്ല. നല്ല സന്തോഷമായിട്ടിരിക്കണം അല്ലേ? സന്തോഷം. ഇപ്പോൾ 4 മാസമായി നല്ല സന്തോഷമായിട്ടിരിക്കണം. കൈകൾ ഉയർത്തി നന്നായിട്ട് കൈയടിച്ച് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ നല്ല അനുഭവം ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട. ഈ കുടുംബം എന്ത് ചെയ്തു? ഇത് കേട്ട സമയത്ത് വിശ്വസിച്ച് നന്നായിട്ട് മുറുകെ പിടിച്ച് ദൈവത്തെ കർത്താവ് അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത്, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞില്ല. അതുപോലെ കർത്താവ് അങ്ങോട്ട് കരം തുറന്നു കൊടുത്ത് അനുഗ്രഹിച്ചു. എഴുന്നേറ്റ് തന്നെ ഈ സമയം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കും. എന്ത് വേണം? സാബു ബ്രദർ ഈ ടോക്കിൻ്റെ ആരംഭത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ വചനവും അനുസരിക്കണം. വചനത്തിൻ്റെ ലംഘനങ്ങൾ എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയും. അപ്പം അതുകൊണ്ട് ദൈവത്തിലേക്ക് അടുത്ത് വരാൻ ആഗ്രഹിക്കണം. എന്ത് ചെയ്യണം? കർത്താവെ, അങ്ങയിൽ നിന്ന് അങ്ങയോട് അടുക്കാൻ എന്നെ തടസ്സപ്പെടുത്തുന്ന പാപങ്ങൾ ഏതൊക്കെയാണ്, വചനലംഘനം ഏതൊക്കെയാണ്, അതൊക്കെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. അപ്പോൾ ദൈവം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന അനുഭവം ഉണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ അട്ടപ്പാടി ഈ റുഹാമണ്ടിൽ ഒരു ദിവസം ഞാൻ ഈ സെൻറ്റ് ഡൊമിനിക് പള്ളി ഇരിക്കുമ്പം ഒരു സഹോദരൻ വന്ന് വളരെ വേദനയോടെ കരഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തിലൊരു അംഗം, ഇത് ജീവിത പങ്കാളി പോയിട്ട് 3 വർഷമായി, ജോലിയില്ല, വിദേശത്ത് UK-ലാണ്, ജോലി കിട്ടണില്ല, ഇനി തിരിച്ചു പോരേണ്ട സമയം, ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കണം, എന്ത് ചെയ്യും? ഇനി തിരിച്ചു പോരുകയാണ്. മാത്രമല്ല ഇത് കാലാവധി തീരാൻ പോവുകയാണ്, ഇനി ജോലിയില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തോ വിസയുടെ കാലാവധിയോ വർക്ക് പെർമിറ്റിൻ്റെ എന്തോ തീർന്നു. അതായത് കഴിഞ്ഞ മാർച്ച് 31, ഇപ്പോൾ ഇത് ഏപ്രിലല്ലേ, ഈ 2024 മാർച്ച് 31 ആകുമ്പം അവർക്ക് കാലാവധി തീരും, വിസ തീരും, അപ്പോൾ പോരണം. അദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് ഒരുപാട് ഞെരുക്കത്തിൽ അങ്ങോട്ട് പോയത്.
അവിടെ ചെന്ന് 3 വർഷമായിട്ട് ഇതൊന്നും കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. ജോലിയിലെ പ്രശ്നമാണ്, എന്താച്ചോ ഇനി മുന്നോട്ട് എന്താണെന്നൊരു ഐഡിയയിൽ വിഷമിക്കുകയാണ്. അപ്പോൾ കർത്താവ് പെട്ടെന്നൊരു പ്രചോദനം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ചേട്ടൻ പറഞ്ഞു ഉറപ്പായി വിശ്വസിക്കുന്നുണ്ട്, ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, ഉറപ്പായി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു 3 വെള്ളിയാഴ്ച ഒരു കുരിശിൻ്റെ വഴി ഇവിടെ ചെല്ലിയാൽ മതി, 3-ാമത്തെ വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് കണ്ണുനീരിന് ഉത്തരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. മാർച്ചിലാണ് പറഞ്ഞത്. ആ ചേട്ടൻ എല്ലാം തുടർന്നുള്ള 3 വെള്ളിയാഴ്ചകൾ വന്നു. കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച 3-ാമത്തെ വെള്ളിയാഴ്ചയായിരുന്നു. ദുഃഖ വെള്ളിയാഴ്ച വന്ന് കുരിശിൻ്റെ വഴി കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈഡിൽ ഇരിക്കുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, അച്ഛാ ഈ 2 ദിവസം മുമ്പ് വിസ അടിച്ചു, ജോലി ശരിയായി, അവിടെ ഇനി തിരിച്ചു പോരേണ്ട ആവശ്യമില്ല, അവിടെ കണ്ടിന്യൂ ചെയ്യാം. 4-5 ദിവസം അവിടെ കഴിഞ്ഞ് എനിക്ക് 31 ഈ ഈസ്റ്ററൊക്കെ ആകുമ്പോൾ 31-ാം തീയതി അല്ലായിരുന്നോ, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതിന്. അതിന് മുമ്പ് തന്നെ എല്ലാം ശരി. 3 വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടത്താൻ പറഞ്ഞു. ഈ റൂഹാമോണ്ടിൽ വന്ന് 3 വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നടത്തി. അവരതുപോലെ വിശ്വസിച്ചു. വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, എൻ്റെ വീട്ടിൽ കുരിശിൻ്റെ വഴി നടത്തിയാൽ പോരെ, മനസ്സുകൊണ്ട് ചിന്തിച്ച കുരിശിൻ്റെ വഴി നടത്തിയാൽ പോരെ, എൻ്റെ അടുത്ത് ഒരു കുരിശിൻ്റെ വഴി അവിടെ പോയാൽ പോരെ, ഈ കൊടും വെയിലത്ത് ഈ അട്ടപ്പാടി വന്ന് കുരിശിൻ്റെ വഴി ചെയ്യണം, ഇവിടെയുള്ള ദൈവം തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ആർക്കാ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനിയായവൻ കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കും, വിവേകത്തോടെ ഗ്രഹിക്കും. നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ. സുഭാഷിതങ്ങൾ പുസ്തകം 50-ാം അധ്യായം 12 വാക്യം ആദ്യ ഭാഗം 12a മാത്രം ഒന്ന് കാണിച്ചേ. സുഭാഷിതം 9:12 അതിൻ്റെ ആദ്യ ഭാഗം എങ്ങനെ പറയണത്? നീ ജ്ഞാനിയെങ്കിൽ, നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ. വിവേകിയാവുക, വിവേകിയാകുക. നീ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പരിഹസിക്കാൻ നിൽക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, വിശ്വാസത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. എല്ലാവരുടെ മേലും വിശ്വാസത്തിൻ്റെ കൃപ നിറയുന്നതോടൊപ്പം തന്നെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മാവ് കൂടെ നിറയണം. ഇത് വിശ്വസിച്ചാൽ ഇത് സംഭവിക്കും. ഈ സമയത്ത് തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന കാര്യവും കിട്ടും, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ദൈവം അനുഗ്രഹിക്കും. സോളമൻ ജ്ഞാനത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതോടൊപ്പം സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, ഈ സമയം ഇടപെടണമേ, ഈ സമയം കൃപ നിറയ്ക്കണമേ, ഈ സമയം അഭിഷേകം നിറയ്ക്കണമേ. വിശ്വാസത്തിന് കൃപ നിറയട്ടെ, അഭിഷേകത്തിന് കൃപ നിറയട്ടെ. സമുദ്രം ജലം കൊണ്ടുവന്നതുപോലെ ഈ സമയം ഓരോ മക്കളുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ്, വിശ്വാസത്തിൻ്റെ ആത്മാവ്, ശുശ്രൂഷയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ദൈവകൃപയുടെ ആത്മാവ്, സൗഖ്യത്തിൻ്റെ ആത്മാവ്, ദൈവ അനുഗ്രഹത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ശക്തമായി ആവസിക്കട്ടെ. ഗ്ലോറി, 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 ഫയർ, ഫയർ.
വിശ്വാസത്തിൻ്റെ അത്ഭുത കൃപ എല്ലാ കുടുംബങ്ങളിലേക്കും ശക്തമായി ആവസിക്കട്ടെ. വിശ്വാസത്തിൻ്റെ അത്യത്ഭുത കൃപ ഓരോ ആത്മാവിൻ്റെ മേൽ, ഓരോ മകൻ്റെ മേൽ, ഓരോ മകളുടെ മേൽ ഇപ്പോൾ ശക്തമായ ആവസിക്കട്ടെ കർത്താവേ. തളർന്നു പോയവരെല്ലാം വീണ്ടും ശക്തി പ്രാപിക്കട്ടെ കർത്താവേ. കർത്താവേ, ഹൃദയങ്ങളെല്ലാം വീണ്ടും വീണ്ടും തളിർക്കട്ടെ കർത്താവേ. ഉണങ്ങിയ മരം പുതുമഴയിൽ തളിർക്കുന്നത് പോലെ കർത്താവേ തഴച്ചു വളരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വാടി തളർന്നിരിക്കുന്ന ആവാസത്തെ പൂർവ്വസിദ്ധിയിലാക്കണമേ. അവിടുന്ന് ധാരാളം മഴ പെയ്യിക്കണമേ. അവിടെ ധാരാളം മഴ പെയ്യിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ആരാധന, ആരാധന, ശ്രീ ആരാധന, 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 ശ്രീ ആരാധന, 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 ശ്രീ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. യൂദാ ജെറുസലേം നിവാസികളെ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.